ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല. പലതവണ കൃഷ്ണന്റെ സാമീപ്യം, ഏതാണ്ട് അതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായൊരു ചെറിയ അനുഭവമാണ്. ഇനിയിപ്പോൾ അത് അനുഭവമാണോ തോന്നലാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ വിചാരിക്കണു, അല്ലെങ്കിൽ എല്ലാവരും മായയല്ലേ, എൻ്റെ മനസ്സിൽ തോന്നുന്നതാവാം. എന്തായാലും ഞാൻ ആ ചെറിയൊരു അനുഭവം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ടായതാണ്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് പങ്കുവെക്കാം എന്ന് കരുതി. എല്ലാവർക്കും അറിയുന്നത് പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു താമരക്കണ്ണൻ്റെ ചുമർ ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യത്തെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞ ഒരു കഥ ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിനൊക്കെ ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടാവാം. കാരണം അന്ന് വില്ലുമംഗല സ്വാമി വരച്ചിട്ടത് കരികൊണ്ട് വരച്ചിട്ടതാണ്. അത് അദ്ദേഹം അന്ന് കണ്ട താമരക്കണ്ണൻ്റെ രൂപം മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ ചുമരിൽ വരച്ചിട്ടതാണ്. അതിനുശേഷം ക്ഷേത്രം അഗ്നിബാധയ്ക്കിരയായി, ക്ഷേത്രം പുനരുദ്ധാരണമൊക്കെ നടത്തി. അപ്പോഴാണ് ചുമർ ചിത്ര കലാകാരന്മാരാണ് നല്ല ഭംഗിയുള്ള താമരക്കണ്ണനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വടക്ക് കിഴക്കേ ചുമരിലായിട്ട് വരച്ചു വെച്ചത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നാൽ ആ താമരക്കണ്ണനെയും കൂടി കണ്ടു തൊഴാറുണ്ട്. അന്നൊന്നും ഇതിൻ്റെ പ്രാധാന്യമൊന്നും അറിയാറില്ലായിരുന്നു. കാരണം സ്കൂൾ പൂട്ടിയാൽ ഞാൻ ഗുരുവായൂർ വരും. എൻ്റെ വലിയമ്മയൊക്കെ ഗുരുവായൂരാണ് താമസിക്കുന്നത്. വലിയമ്മയുടെ കൂടെ വരുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞാൽ ഈ മുക്കിൽ ചെന്ന് നിന്ന് ഈ താമരക്കണ്ണനെയും കൂടെ കാണും. അങ്ങനെ എന്തുകൊണ്ടോ ആ താമരക്കണ്ണനും കൂടെ എന്താ പറയുക, നമുക്ക് ആ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുമ്പോൾ അതും കൂടെ തൊഴുതാലേ പൂർത്തിയാവുള്ളൂ എന്നൊരു തോന്നലായിരുന്നു. ഇത്തവണത്തെ ഉത്സവത്തിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നാലമ്പലത്തിന് ചുമർ ചിത്രങ്ങളൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു, കേടുപാടുകളൊക്കെ തീർക്കാൻ. അപ്പോൾ ഒരിക്കൽ അമ്പലത്തിൽ പോയപ്പോൾ നാലമ്പലത്തിന് ചുറ്റും ഒരു പച്ച ഷീറ്റൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ നവീകരണമാണ്, ചുമർ ചിത്രങ്ങളൊക്കെ കേടുപാടുകളൊക്കെ തീർക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉത്സവത്തിൻ്റെ തിരക്കൊക്കെ ആയി. ഉത്സവമൊക്കെ കഴിഞ്ഞ് വീണ്ടും പതിവ് പോലെ ക്ഷേത്രത്തിൽ എന്നും തൊഴാൻ ചെന്നപ്പോൾ മറച്ചു കെട്ടിയതൊക്കെ മാച്ചിരിക്കുന്നു. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് നേരെ ഈ താമരക്കണ്ണനെ തൊഴാൻ വേണ്ടിയിട്ട് വേഗം ഓടി ചെല്ലുമ്പോൾ അവിടേക്കുള്ള ഗേറ്റ് അടച്ചിട്ടിരിക്കണു. അപ്പോൾ നല്ല വിഷമായി. ഈശ്വര, താമരക്കണ്ണനെ കാണാൻ എന്താ ചെയ്യുക? ഞാൻ നോക്കുമ്പോൾ കുറേ ഭക്തജനങ്ങൾ ഇങ്ങനെ ആ വാതിലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരും ഈ താമരക്കണ്ണൻ അവിടെയാണല്ലോ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് നിൽക്കായിരിക്കാം. വേറെ കുറച്ച് പേര് ആ നാലമ്പലത്തിന് ചുമർ ചിത്രങ്ങളൊക്കെ നോക്കി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇത് വനഭോജനത്തിൻ്റെ ചിത്രമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാതിൽ വീഴുന്നുണ്ട്. അപ്പം ഞാനും അവിടെ നോക്കി, താമരക്കണ്ണനെ കാണാൻ പറ്റില്ല, ഈ വാതിൽ അടച്ചിട്ടിരിക്കുകയാണല്ലോ. പിന്നെ നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ല. പല പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആ വാതിൽ അടച്ചിടാറുണ്ട്. ഗുരുവായൂർ ക്ഷേത്രമല്ലേ, സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാവാം, അതല്ലെങ്കിൽ ക്രമാതീതമായ തിരക്കുള്ളപ്പോൾ ചെയ്യുന്നതാവാം. അങ്ങനെ സാരില്ല, നാളെ താമരക്കണ്ണനെ കണ്ടു തൊഴാലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിറ്റേ ദിവസവും ചെന്നപ്പോൾ മനസ്സിലെ താമരക്കണ്ണനെ കണ്ടില്ലല്ലോ, ഇന്ന് കാണണം, ആ വിചാരത്തോടെയാണ് ചെല്ലണത്. ഇന്നലത്തെ അതേ അവസ്ഥ തന്നെയായിരുന്നു അന്നും. ആ ഗേറ്റ് അടച്ചു തന്നെ കിടക്കണു. അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഗേറ്റിൽ പിടിച്ചിട്ടും പിടിക്കാതെയൊക്കെ അങ്ങോട്ട് കിടക്കാൻ വഴിയില്ല, അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും നല്ല വിഷമം തോന്നി. കൃഷ്ണ, ഈ താമരക്കണ്ണനെ ഇപ്പം ഒന്ന് കാണാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തിനാ ഇവർ ഈ വാതിലിങ്ങനെ അടച്ചിട്ടിരിക്കണേ? അപ്പം മനസ്സിൽ തോന്നി, അങ്ങനെയാണെങ്കിൽ ഈ താമരക്കണ്ണനെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാറുന്നില്ലേ? എവിടെയായാലും എന്താ, താമരക്കണ്ണനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അന്നും പോയി. അപ്പോഴും വിചാരിച്ചു, എപ്പോഴും ഒന്നും ആ ഗേറ്റ് അടച്ചിടാറില്ലല്ലോ, താമരക്കണ്ണനെ കാണാം. അങ്ങനെ മൂന്നാമത്തെ ദിവസം വന്നു. മൂന്നാമത്തെ ദിവസം വന്നപ്പോഴും താമരക്കണ്ണൻ്റെ ആ ഗേറ്റ് അടഞ്ഞു കിടക്കുക. നല്ല വിഷമായി. അങ്ങനെ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, കുറേ ആളുകളുണ്ട്, അപരിചിതരായ ആളുകൾ. നമ്മളല്ലെങ്കിലും ക്ഷേത്രത്തിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് നാലമ്പലത്തിനകത്ത് ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ വല്ലാണ്ട് ഒന്നും ശ്രദ്ധിക്കില്ല. കാരണം നമ്മുടെയൊക്കെ ശ്രദ്ധ ഭഗവാനിൽ മാത്രമായിരിക്കും.
ഓരോ തൂണുകളിലും ഉള്ള എന്താ പറയുക, ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മുടെ മനസ്സിലപ്പോൾ വേറെ ചിന്തകളൊന്നും വരണില്ല, മറ്റുള്ള ആൾക്കാരുടെ ചിത്രങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ പതിയണില്ല. അഥവാ പതിഞ്ഞാൽ തന്നെ അതൊക്കെ നമുക്ക് ഭഗവാന്റെ രൂപങ്ങളായിട്ടാണ് തോന്നുക. അങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ അവിടെ നിന്നു. അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ ചോദിക്കണ്ടേ എന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് എൻ്റെ തൊട്ടു മുമ്പിൽ നിന്ന് ഒരമ്മ, ആ അമ്മ എവിടെ നിന്നാണ് എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ എത്തിയത് എന്നൊന്നും എനിക്കിപ്പോഴും ഓർമ്മ വരണില്ല, അപ്പോഴും ഇല്ല. ആ അമ്മ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, താമരക്കണ്ണൻ ഇപ്പം ഇവിടെയാണ് കേട്ടോ, ഇതാണ് പറഞ്ഞത്. ഇത് കേട്ടതും നമുക്ക് എന്താ പറയുക, ആർത്തി പിടിച്ച പോലെയാണ് ഞാൻ നോക്കിയത്. അപ്പം എൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു താമരക്കണ്ണൻ്റെ ചിത്രം. ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും സുഖമായിട്ട് തൊഴാൻ പറ്റുന്ന വിധത്തിലാണ് വരച്ചു വെച്ചിട്ടുള്ളത്. അത് വളരെ നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്കും വളരെയധികം സന്തോഷമായി. ഒരു തിരക്കില്ലാണ്ട് താമരക്കണ്ണനെ കണ്ണ് നിറച്ച് കാണാലോ. ഹനുമാന്റെ ഒക്കെ ഒരു പ്രതിഷ്ഠ ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഭഗവാന്റെ നാലമ്പലത്തിലെ ചുമരിലാണ് ഇപ്പോൾ വളരെ താഴെയായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ പറയുക, വല്ലാത്തൊരു ആർത്തിയും കൗതുകവും 2-3 ദിവസമായി കാണാനില്ല. നേരത്തെ ആണെങ്കിൽ അവിടെയൊക്കെ അത് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ താമരക്കണ്ണനെ കണ്ണ് നിറയെ കണ്ടു, ശരിക്കും കണ്ണ് നിറയെ തന്നെയാണ് കണ്ടത്. ആ കാണുന്നതോടുകൂടി പെട്ടെന്ന് ഞാൻ ആ അമ്മയെ തിരിഞ്ഞു നോക്കുകയാണ്. ഈ അമ്മ എന്നോട് തന്നെയാണോ പറഞ്ഞത്? ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്തായിട്ട് ആരുമില്ല. ആ അമ്മയുടെ കൂടിയും ഞാൻ നോക്കുമ്പോൾ ആ സമയത്ത് ആരും ഉണ്ടായില്ല. അപ്പം എനിക്ക് തോന്നി എന്നോട് തന്നെയാവൂലേ പറഞ്ഞത്. ഞാനാണെങ്കിൽ ഒന്നും ചോദിച്ചിട്ടും ഇല്ലല്ലോ. എന്തായാലും സന്തോഷമായി. നമുക്കപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ അത്രയൊക്കെയാണ് ചിന്ത വരുള്ളൂ. അങ്ങനെ താമരക്കണ്ണനെ പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. താമരക്കണ്ണനെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ ഞാൻ നടന്നു. എപ്പോൾ അമ്മയുടെ രൂപം ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, എന്ന് വെച്ചാൽ മുഖമൊന്നും ഓർമ്മയില്ല. നല്ലോണം വെളുത്തിട്ടല്ല, എന്നാൽ വെളുത്തിട്ടൊരമ്മയാണ്. ഒരു വെള്ള മുണ്ടും വേഷ്ടിയാണ് ധരിച്ചിട്ടുള്ളത്. പുളിയിലക്കര മുണ്ടാണ്. വെള്ള ജാക്കറ്റ് ഇട്ടുണ്ട്. തലമുടിയൊക്കെ നരച്ചിട്ടുമുണ്ട്. അത്രേ ഉള്ളൂ. മുഖമൊന്നും അങ്ങനെ തെളിഞ്ഞു വരണമൊന്നുമില്ല. അപ്പോൾ എന്നും തൊഴുത് ഇറങ്ങുമ്പോൾ, വടക്കേ വാതിലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുന്ന് വലതുവശത്തായിട്ട് കുറൂരമ്മയും കൃഷ്ണനും ഇരിക്കണ്ടല്ലോ. കുറൂരമ്മയും കൃഷ്ണനെയും കൂടെ തൊഴുതിട്ടേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. കുറൂരമ്മയുടെ മടിയിലിരിക്കുന്ന കൃഷ്ണനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. എൻ്റെയൊക്കെ ഒരു മുത്തശ്ശിയെ കാണുന്ന ഓർമ്മ വരും കുറൂരമ്മയെ കാണുമ്പോൾ. കാരണം അവർക്ക് മേൽവസ്ത്രമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുകയാണല്ലോ. എൻ്റെ ഒരു മുത്തശ്ശിയും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തുള്ളത്. അപ്പോൾ എനിക്ക് ആ കുറൂരമ്മയും കൃഷ്ണനെയും കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ സ്വന്തം മുത്തശ്ശിയെ കാണുന്ന പോലെ ഒരു സന്തോഷം കൂടിയാണ് കുറൂരമ്മയെ കാണുമ്പോൾ. അതുമാത്രമല്ല, കുറൂരമ്മയുടെ കഥകളൊക്കെ കേട്ടപ്പോൾ അതുപോലൊരു ഭാഗ്യം ചെയ്ത ഒരാൾ ഇനിയുണ്ടോ? യശോദാമ്മയ്ക്ക് കണ്ണനെ ഉരലിൽ കെട്ടിയിടാനാണ് കണ്ണൻ നിന്ന് കൊടുത്തതെങ്കിൽ കുറൂരമ്മയ്ക്ക് മുന്നിൽ കരിക്കലത്തിൽ അടച്ചു വെക്കാൻ വരെ നിന്ന് കൊടുത്ത കണ്ണനല്ലേ. അങ്ങനെ ആ അമ്മയുടെ അടുത്ത് ചെന്ന് തൊഴുതിട്ടാണ് എന്നും വരാറുള്ളൂ. അങ്ങനെ കുറൂരമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ എന്നും തൊഴുത പോലെ തൊഴുതു. പക്ഷെ പെട്ടെന്ന് കുറൂരമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ എന്നോട് പറഞ്ഞ ആ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ കൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാവാം, കുറൂരമ്മ തന്നെയാവും വന്നിട്ട് എന്നോട് പറഞ്ഞത്, ദാ ഇവിടെയാണിപ്പോൾ താമരക്കണ്ണൻ എന്നത്. എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം ഞാൻ ആരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ആരും ആരോടും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഒരമ്മ എവിടെ നിന്നാണ് വന്നത് എന്നറിയില്ല, എങ്ങോട്ടാണ് പോയത് എന്നും അറിയില്ല, എൻ്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ട് പറയണേ, ദാ ഇവിടെയാണ് കേട്ടോ താമരക്കണ്ണൻ എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കാം. എന്തായാലും എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. കുറൂരമ്മ തന്നെ വന്ന് പറഞ്ഞതായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പ.